ഹായ് എല്ലാവർക്കും നമസ്കാരം. രഘുസ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ക്വാറി ടെമ്പിൾ യലഹങ്ക ബാംഗ്ലൂരിൽ നിന്നൊരു 50 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്വാറി ടെമ്പിൾ ഉള്ളത്. അത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തു നിന്നൊരു 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. മെയിൻ റോഡിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ക്വാറി ടെമ്പിൾ ഉള്ളത്. ക്വാറി ടെമ്പിൾ നമ്മൾ ഈ കാണുന്ന അതാണ് ക്വാറി ടെമ്പിൾ. നമ്മൾ ചുറ്റി വളഞ്ഞിട്ട് നമ്മൾ ആ വഴിക്ക് വേണം ആ ക്വാറി ടെമ്പിളിലേക്ക് പോകാനായിട്ട്. കുറച്ച് ദൂരമുണ്ട് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഫാമിലിയോ ആരും കുറച്ച് കുറവാണ്. കുട്ടികളെ ഒട്ടും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ട് കെയർഫുള്ളായിട്ടാണ് എല്ലാവരും വരുന്നത്. നമുക്ക് ക്വാറി ടെമ്പിൾ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? റൈറ്റ്. ക്വാറിയുടെ കോമ്പൗണ്ടിലുള്ള കല്ലുകളാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഇത്രയും വലിയ കല്ലുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ തന്നെ നല്ല പണിപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് സൈസുകളായിട്ട് നമ്മുടെ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ്. കല്ലുകൾ വെച്ചിരിക്കുന്ന ഒരു ഡിസൈനായിട്ട് കല്ലുകളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ ലോങ് ഷോട്ടിൽ കാണുന്നത് ക്വാറി ടെമ്പിൾ, അതിൻ്റെ മുകളിലാണ് ടെമ്പിൾ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ മെല്ലെ. ഈ ക്വാറിയുടെ കോമ്പൗണ്ട് മൊത്തം വലിയ വലിയ കല്ലുകൾ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. വലിയ വലിയ കല്ലുകളാണ്. ക്വാറി ടെമ്പിൾ നമ്മൾക്ക് അവിടെ കാണുന്നതാണ് ക്വാറി ടെമ്പിൾ. നല്ല വിശാലമായ ക്വാറി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആളുകൾ താഴെ മീൻ പിടിക്കുന്നുണ്ട്. 2 പേരവിടെ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് പെർമിഷൻ കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് റൗണ്ട് അടിച്ചൊക്കെ വരാം. ചോട്ടാ ലഡാക്ക്, നമ്മൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്നതാണ് ചോട്ടാ ലഡാക്ക്. എന്തായാലും നമ്മളിങ്ങനെ നടന്നിട്ട് അമ്പലത്തിൻ്റെ അവിടേക്കുള്ള റൂട്ടിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും പാറ. ഇങ്ങനത്തെ ഒരു കോറി ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ കാണുന്നത്. മാത്രമല്ല ഇത് ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയില്ല. അത്രയൊന്നും ഫേമസ് ആവാത്ത, ഇവിടെ ഒന്നും ഒരാൾ പോലും ഇല്ല. ടൂറിസ്റ്റുകളൊന്നും ഒരാളെയും കാണാൻ കഴിയില്ല നമുക്ക്. ചോട്ടാ ലഡാക്ക് ക്വാറി ടെമ്പിളിൻ്റെ ഒരു ദൂരദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഏതാണ്ട് ഈവനിങ് ആവാറായി. എന്നാലും നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ಇಲ್ಲಿ ಹಾಂ ಹಾಂ ಆ ಸೆಂಟ್ರಲ್ಲೆಲ್ಲ ಓಕೆ. സൂര്യാസ്തമയം, ಹೌದು സൂര്യാസ്തമയമാണ് നമ്മൾ ഈ കാണുന്നത്. ക്വാറി ടെമ്പിളിൻ്റെ അടുത്ത് സൂര്യൻ അസ്തമിക്കുന്നു. അങ്ങനെ വേറൊരു ഷൂട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ക്വാറിയുടെ മുകളിൽ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ദേവസ്ഥാനം, ടെമ്പിൾ, അതാണ് അവിടെ ഈ കാണുന്നത്. നമുക്ക് നടന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് നോക്കണം. ക്വാറി ടെമ്പിളിൻ്റെ ലോങ് ഷോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഗ്രാനൈറ്റ്സ് കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. ടൈൽസായിട്ടും ഇതൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് പല സൈസുകളിലായിട്ട്. ക്വാറി നല്ല രസമായിട്ട് കാണുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്, നിശബ്ദത. നമ്മളാ കാണുന്ന ദൂരെ കാണുന്ന ആ ഗ്രില്ലിട്ടിട്ടുള്ള വഴി കൂടെ വേണം അതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. പക്ഷെ അവിടെ എൻട്രൻസ് ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്ന് അറിയില്ല. നമുക്കവിടെ പോയി നോക്കണം.
ഇതിനൊരു ഷോർട്ട് കട്ട്, ഒരു പേരും കൂടി ഉണ്ട്, ഛോട്ടാ ലഡാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ക്വാറിയുടെ ചുറ്റുവട്ടാണ് നമ്മളീ കാണുന്നത്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ക്വാറി ടെമ്പിളിൻ്റെ മുകളിലേക്കുള്ള വഴിയാണിത്. ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വഴി പോലെ തോന്നും, പക്ഷേ ഏതാണ്ടൊരു 5-6 ഫീറ്റ് ഉണ്ട്. നമുക്ക് മെല്ലെ നടന്ന് നീങ്ങാം ക്വാറി ടെമ്പിളിലേക്ക്. പിടിച്ചോ. നമ്മൾ സൈഡ് വശത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല സൂപ്പർ വ്യൂ. ഛോട്ടാ ലഡാക്കിൻ്റെ വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഇവിടെ ഇല്ല. ഫുള്ള് നിശബ്ദം. ഒരു കിളികളുടെ ശബ്ദം പോലും ഇവിടെ കേൾക്കുന്നില്ല. ക്വാറി ടെമ്പിളിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഈ ഗ്യാപ്പ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായതെന്ന് അറിയില്ല, പക്ഷേ ഇതിന് മുകളിൽ കൂടെ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കയറുന്നു. ഇങ്ങനെ കുറച്ച് പേടിയാവും, എന്നാലും നമ്മളതിനെ മുകളിൽ കൂടെ ചാടി കയറി ഓടി. നിഗൂഢമായൊരു സ്ഥലമാണിത്. സീക്രട്ട് പ്ലേസ് എന്നൊക്കെ പറയാം. കൂടുതൽ ആർക്കും അറിയില്ല. വരാനും കുറച്ച് പേടിയാവും, കാരണം ഈ പോകുന്ന റൂട്ട് അത്ര കുറച്ച് ഡേഞ്ചറാണ്. കണ്ടില്ലേ ആഴം, ഇത്രയും ആഴമുണ്ട്. വന്ന വഴി കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പേടിയാവും. ഏറ്റവും മുകളിലേക്കുള്ള സ്റ്റെപ്സാണിത്. പുല്ല് നിറഞ്ഞ് നമ്മുടെ വഴി മുടക്കാൻ വേണ്ടി പുല്ലുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്വാറി ടെമ്പിളിൻ്റെ മുകളിലെത്തി. ഇതാണ് ക്വാറി ടെമ്പിൾ. ഇതാണ് ബാംഗ്ലൂരിലെ സീക്രട്ട് പ്ലേസ്, ക്വാറി ടെമ്പിൾ. ഇതിനുള്ളിൽ ഇപ്പോൾ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല, അമ്പലം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ക്വാറി ടെമ്പിളിൻ്റെ ടോപ്പിലാണുള്ളത്. കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. അതിൻ്റെ ചുറ്റുവട്ടാണ് നമ്മൾ ഈ കാണുന്നത് ക്വാറി ടെമ്പിൾ, അല്ലെങ്കിൽ ഛോട്ടാ ലഡാക്ക്. അതാണ് ഈ സ്ഥലം. ഓക്കെ, നമ്മളിതിനെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് പോകാം. നമ്മളങ്ങനെ അമ്പലം കണ്ടു, തിരിച്ച് ഇറങ്ങുവാണ്. ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്, എന്നാലും ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നേറുന്നു.
ഈ ക്വാറി ടെമ്പിളിൻ്റെ അടുത്താണ് യലഹങ്ക എയർപോർട്ട് അല്ലെങ്കിൽ ദേവനഹള്ളി എയർപോർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റിലും പ്ലെയിന് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റിലും ഓരോ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ക്വാറി ടെമ്പിളിൻ്റെ അടിവശമാണ് ഇത്. ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഇവിടെ ഇല്ല. ഇവിടുത്തെ കല്ലുകളൊക്കെ വലിയ വലിയ കല്ലുകളൊക്കെ മൂവ് ചെയ്യുന്നത് ഈ ക്രെയിനിൽ കൂടിയാണ്. കണ്ടോ, ഈ ഗ്രാനൈറ്റ് മെഷീനിൽ വെച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ വീടുകളിലൊക്കെ പതിപ്പിക്കുന്നത്. ഗ്രാനൈറ്റ് പതിപ്പിക്കുന്നത് നല്ല മിനുസം സോഫ്റ്റായിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ മെഷീനറികളും ക്വാറിയുടെ താഴെ എത്തിച്ചിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു എൻജോയ്മെൻ്റ് ഒന്നുമില്ല, പക്ഷെ കാണാൻ ബാംഗ്ലൂരിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലം, ഒരു നിഗൂഢ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കല്ല് അല്ലാണ്ട് ഗ്രാനൈറ്റ് അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ക്വാറി ടെമ്പിളിൻ്റെ അടിവശമാണിത്. ഇവിടെയാണ് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നത്. നമ്മളാ ദൂരെ കാണുന്നതാണ് ക്വാറി ടെമ്പിൾ. പിന്നെ ക്വാറി ടെമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഇതുവരെ ഞാൻ പറഞ്ഞില്ല, അതാണ് മുനീശ്വര ദേവസ്ഥാനം അല്ലെങ്കിൽ മുനീശ്വര ടെമ്പിൾ. ഈ ടെമ്പിൾ ഫ്യൂച്ചറിൽ എടുക്കാൻ പോവുകയാണെന്നുള്ളതാണ് അറിവ്. അതിന് പ്രതിഷ്ഠ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ അമ്പലം അവിടെ ഉള്ളത് കാരണമാണ് ആ ക്വാറി അങ്ങനെ നിർത്തിയിരിക്കുന്നത്. മിക്കവാറും അത് ഫ്യൂച്ചറിൽ ഡെമലോഷ് ചെയ്യുന്നുള്ളതാണ് അറിഞ്ഞത്. അങ്ങനെ ക്വാറി ടെമ്പിൾ ചോട്ടാ ലഡാക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thank you for watching. അങ്ങനെ ക്വാറി ടെമ്പിൾ ചോട്ടാ ലഡാക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Thank you for watching.